പൊൻകുന്നം ടൗണിനെ മോടി പിടിപ്പിക്കുക എന്നതിനാണ് ആദ്യം പരിഗണന നൽകുന്നതെന്ന് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ. കുടിവെള്ളം, വഴി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും CR ശ്രീകുമാർ പറഞ്ഞു. ചിറക്കടവ് പഞ്ചായത്തിലെ പ്രധാന പട്ടണമായ പൊൻകുന്നം ടൗണിനെ മോടി പിടിപ്പിക്കുക എന്നതിനാണ് ആദ്യ പരിഗണന നൽകുന്നതെന്ന് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ പറഞ്ഞു. കുടിവെള്ളം, വഴി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും CR ശ്രീകുമാർ പറഞ്ഞു. കഴിഞ്ഞ 25 വർഷക്കാലം ചിറക്കടവിൻ്റെ ഭരണസാരഥ്യത്തിലിരുന്ന ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കും അടുത്ത 5 വർഷത്തേക്കുള്ള തങ്ങളുടെ ലക്ഷ്യമെന്നും CR ശ്രീകുമാർ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടുവന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഇനിയും പൂർത്തീകരണം ആവശ്യമുള്ള പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ആദ്യം ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നല്ല കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊൻകുന്നം ടൗണിനെ സൗന്ദര്യവൽക്കരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക, ഗതാഗത സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ മുന്നോടിയായി റോഡ് കണക്ടിവിറ്റി മാപ്പ് തയ്യാറാക്കും. റോഡുകളിൽ ദിശാ ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. കുടുംബശ്രീ, മെൻസ് ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷൻ, സാംസ്കാരിക സംഘടനകൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ റോഡുകളുടെ ഇരുവശവും സൗന്ദര്യവൽക്കരിക്കും. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കും. 20 രൂപയ്ക്ക് ഊണ് നൽകുന്ന ജനകീയ ഹോട്ടൽ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ വിശപ്പ് രഹിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉടൻ തന്നെ പൊൻകുന്നം ടൗണിൽ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. കുടുംബശ്രീ പദ്ധതികൾ ശക്തിപ്പെടുത്തും. കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കുടുംബശ്രീ നടപ്പിലാക്കും. തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി നവീകരിക്കും. തകർന്നു കിടക്കുന്ന പൊതു റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കും. സ്ട്രീറ്റ് ലൈറ്റ് പുതിയവ സ്ഥാപിക്കുകയും കേടായി കിടക്കുന്നവ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് നന്നാക്കുകയും ചെയ്യും. ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ള യോഗ്യരായ മുഴുവൻ അപേക്ഷകർക്കും വീട് കിട്ടുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കും. CR ശ്രീകുമാർ CPM വാഴൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. കർഷക സംഘം ഏരിയ സെക്രട്ടറി, പൊൻകുന്നം സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ, ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മുൻപ് 2 തവണ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. 2000 മുതൽ 2010 വരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. പൊൻകുന്നം ബാറിലെ അഭിഭാഷകനാണ് ഇദ്ദേഹം. വരുന്ന 5 വർഷക്കാലം ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ വികസനം ലക്ഷ്യമിടുന്നതായി വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രനും പറഞ്ഞു. 3ാം വാർഡ് പ്രതിനിധിയായ സതീഷ് സുരേന്ദ്രൻ 2ാം തവണയാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. വൈസ് പ്രസിഡന്റ് പദത്തിൽ ഇതാദ്യവും. ക്യാബിനറ്റ് ന്യൂസ്, പൊൻകുന്നം.